Hi my dears, welcome to ACS online class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേജ് നമ്പർ 23 ആക്ടിവിറ്റിയുടെ പഠിച്ചായിരുന്നു. ഇനി അടുത്തത് പേജ് നമ്പർ സെയിം പേജ് നമ്പർ അടുത്തൊരു ആക്ടിവിറ്റി ആണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ആക്ടിവിറ്റി ആംഗിൾസ് വിത്ത് യുവർ ബോഡി. എന്താണ് നിങ്ങളുടെ ബോഡി ഉപയോഗിച്ചിട്ട് കുറച്ച് ആംഗിൾസിനെ പരിചയപ്പെടാൻ പോവുകയാണ്. Can you make these angles? A right angle with your hand. നിങ്ങളുടെ കൈ ഉപയോഗിച്ച് റൈറ്റ് ആംഗിൾ മേക്ക് ചെയ്യാം. ഈ ഒരു പൊസിഷൻ ഇവിടുത്തെ ആംഗിൾ എന്താണ്? റൈറ്റ് ആംഗിൾ ആണ്. കണ്ടോ? ഓക്കെ, നോട്ട്ബുക്കിൽ വരയ്ക്കേണ്ടതാണ് റൈറ്റ് ആംഗിൾ. ഇനി അടുത്തത് ബി an angle less than a right angle with your leg. നിങ്ങളുടെ ലെഗ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ഒരു ലെസ് ദാൻ റൈറ്റ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുക. കണ്ടോ? ലെഗ്സ് ഒന്ന് മടക്കി വെച്ചാൽ എന്തായി? അക്യൂട്ട് ആംഗിൾ ആയി. കണ്ടോ? ഇനി an angle more than right angle with your arm. നിങ്ങളുടെ കൈ ഉപയോഗിച്ച് ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യാനാണ്. കൈ ഉപയോഗിക്കുക. കൈ നമ്മൾ ഇങ്ങനെ വെച്ച് നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടോ ചരിച്ചു വെച്ചാൽ എന്തായി? ഇവിടെ ഒബ്റ്റ്യൂസ് ആംഗിൾ ആയി. ഇനി അടുത്തത് ഡി an angle more than right angle with your body. നിങ്ങളുടെ ബോഡി ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ നമ്മുടെ ബോഡി യൂസ് ചെയ്യാനാണ് പറയുന്നത്. സോ എന്താണ്? നമ്മൾ കസേരയിൽ ഇരിക്കുന്ന ഒരു പൊസിഷൻ അല്ലെ, നിവർന്നിരിക്കുന്ന പൊസിഷൻ, അവിടെ ബോഡി തമ്മിലുള്ള ആംഗിൾസ് എന്താണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. ഓക്കെ, ട്രൈ ദം ഔട്ട്. ഇറ്റ്സ് ഫൺ. ഡ്രോ ദം ഇൻ യുവർ നോട്ട്ബുക്ക് യൂസിങ് സ്റ്റിക്ക് ഡ്രോയിങ്സ് ലൈക്ക് ദിസ്. ഇതുപോലെ സ്റ്റിക്ക് ഡ്രോയിങ്സ്, നമ്മുടെ യഥാർത്ഥ മനുഷ്യന്റെ രൂപം ഒന്നും വരയ്ക്കണ്ട അല്ലെ, ഇതുപോലെ സ്റ്റിക്ക് ഡ്രോയിങ്സ് മതി. ഇതെല്ലാവരും നോട്ട്ബുക്കിൽ വരയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് പേജ് നമ്പർ 24. എളുപ്പമായിരുന്നല്ലോ, ഇത് എളുപ്പമാണ്, ആക്ടിവിറ്റി ആയിരുന്നു അല്ലെ. ഇനി ആംഗിൾ ഗാർഡൻ. മൈ ആംഗിൾ ഡാൻസ് ഷോസ് ദ വേ. ഒരു ഹണി ബീ പറയുകയാണ്, when I see the flowers for making honey, I want to tell other bees to show them the way I start dancing. My dance shows the angle between the sun and the flower. ഒരു തേനീച്ച പറയുകയാണ്, ഒരു ബീ പറയുകയാണ്, ഞാനൊരു ഫ്ലവറിനെ കണ്ടാൽ കുറച്ച് ഡാൻസ് കളിക്കും. എന്റെ ആ ഡാൻസിൽ നിന്ന് മറ്റ് തേനീച്ചകൾക്ക് മനസ്സിലാവും ആ സണ്ണും ആ ഫ്ലവറും തമ്മിൽ എത്ര ആംഗിൾ വ്യത്യാസമുണ്ട് എന്ന് മറ്റ് തേനീച്ചകൾക്ക് മനസ്സിലാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ കാര്യമൊന്നുമില്ല കേട്ടോ, ചുമ്മാ ജസ്റ്റ് ഒരു സെന്റൻസ്. ഇനി അടുത്തത് ആക്ടിവിറ്റി. കളക്ട് സം ലീവ്സ് ഫ്രം ദ ഗാർഡൻ. കളർ ഈച്ച് ലീഫ് ആൻഡ് പ്രിന്റ് ഇറ്റ്. ലുക്ക് അറ്റ് ദ ആംഗിൾസ് ഓഫ് ദ ലീവ്സ്. വിച്ച് ഓഫ് ദം ആർ മോർ ലെസ് ദാൻ റൈറ്റ് ആംഗിൾ. എന്ത് ചെയ്യാം? ഗാർഡനിൽ പോയി കുറച്ച് ഇലകളുടെ എന്താണ് ഒരു ബ്രാഞ്ച് ഉൾപ്പെടെ ഒരു കമ്പ് ഉൾപ്പെടെയുള്ള ഇലകളിലെ എന്ത് ചെയ്യാം? കുറച്ച് സാമ്പിൾസ് എടുത്തോണ്ട് വരിക. എന്നിട്ട് ആ ബ്രാഞ്ചസുകളുടെ ഇടയിലുള്ള ആംഗിൾസ് എത്രയാണ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം? വരയ്ക്കാൻ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. അത് എല്ലാവരും ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതൊരു ലീഫിന്റെ ഒരു കമ്പാണ് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ആണെന്ന് വിചാരിക്കാം. ഇവിടെ നമുക്ക് എന്തെല്ലാം ആംഗിൾസ് മേക്ക് ചെയ്യാൻ പറ്റും? കണ്ടോ, ഇവിടെ ഒരു സ്മോൾ ആംഗിൾ, അത് അക്യൂട്ട് ആംഗിൾ എ എന്ന് രേഖപ്പെടുത്താം. ഇവിടെയും ഒരു സ്മോൾ ആംഗിൾ, അത് അക്യൂട്ട് ആംഗിൾ എ എന്ന് രേഖപ്പെടുത്താം. ഇവിടെ താഴത്തൊരു വലിയ ആംഗിൾ, അതിനെ ഒ എന്ന് രേഖപ്പെടുത്താം. ഇപ്പുറത്ത് മുകളിലും ഒരു വലിയ ആംഗിൾ, അതിനെ ഒ എന്ന് രേഖപ്പെടുത്താം. കണ്ടോ? അപ്പൊ നിങ്ങളും ഇതുപോലെ ഒരു ലീഫിന്റെ ബ്രാഞ്ച് വരയ്ക്കുക. എന്നിട്ട് അതിൽ കുഞ്ഞ് ആംഗിൾസിനെ എ എന്നും വലിയ ആംഗിൾസിനെ ഒബ്റ്റ്യൂസ് എന്നും വരയ്ക്കുക. ക്വസ്റ്റ്യൻ എഴുതുക. ആക്ടിവിറ്റി എന്ന ഹെഡിങ് എടുക്കുക. പേജ് നമ്പർ 24 എന്ന ഹെഡിങ് വേണം. എല്ലാ ആക്ടിവിറ്റിക്കും പേജ് നമ്പർ എഴുതണം. ക്വസ്റ്റ്യൻ എഴുതി ഇതുപോലെ ഒരു ബ്രാഞ്ച് ലീഫ് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? അക്യൂട്ട് ആംഗിളും ഒബ്റ്റ്യൂസ് ആംഗിളും രേഖപ്പെടുത്തുക. അക്യൂട്ടിന് എ എന്നും ഒബ്റ്റ്യൂസിന് ഒ എന്നും എഴുതാൻ മറക്കരുത്. ഇനി നോക്കി നെക്സ്റ്റ് ഫിഗർ ആണ്. എന്താണ്? കുറച്ച് ബേർഡ്സ് ഉണ്ട്. അവിടെ ആ ബേർഡ്സിനെ ഒബ്സർവ് ചെയ്ത് രണ്ട് ഗേൾസ് ഉണ്ട് അല്ലെ. I am a woodpecker. My beak is sharp because it has to cut the wood. എന്താണ് ഒരു woodpecker പറയുന്നുണ്ടോ? എന്റെ ബീക്ക്, എന്റെ ചുണ്ട് ഭയങ്കര ഷാർപ്പാണ്, ആ ചുണ്ടിന്റെ ആംഗിൾ ചെറുതാണ്, ആ ഷാർപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വുഡിനെ പെട്ടെന്ന് തന്നെ എന്താണ് കൊത്താൻ സഹായിക്കും അല്ലെ. ഇനി അടുത്തത് എന്താണ്? ഗേൾസ് പറയുകയാണ്, hey look at that bird, its beak has an angle less than right angle. മറ്റു പക്ഷികളെ നോക്കിക്കേ, അവയുടെ ചുണ്ടുകൾക്കും എന്താണ് കുഞ്ഞ് ആംഗിൾസ് ആണ്, ചെറിയ ആംഗിൾസ് ആണ്. എല്ലാ മറ്റു പക്ഷികളുടെയും എല്ലാത്തിന്റെയും ചുണ്ടിനും ബീക്സിന് ചെറിയ ആംഗിൾസ് ആണ് എന്ന് രണ്ട് ഗേൾസ് പറയുകയാണ് അല്ലെ. ഇനി പേജ് നമ്പർ 25 അതിന് ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. Look for the birds which have beaks with small angles.
സ്മോൾ ആംഗിൾസ് ഉള്ള ബേർഡ്സിനെയൊക്കെ നോക്കിക്കേ. ആ ഫിഗറിന് താഴത്തായിട്ട് 2-3 ബേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ആ ബേർഡ്സിന്റെ ബീക്സ് നോക്കിക്കേ, ചുണ്ട് നോക്കിക്കേ. അതിന്റെ ആംഗിള് ചെറുതാണ് അല്ലെ. പിന്നെ മറ്റു പക്ഷികളുടെ ഒക്കെ ആണെങ്കിലും ആംഗിൾസ് എന്താണ്, ചെറുതാണ്. പിന്നെ ആ മരത്തിന്റെ ബ്രാഞ്ച് നോക്കിക്കേ, അതിന്റെ ആംഗിള് വലുതാണ്, ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ് അല്ലെ. In the picture, mark angles between the two branches, which two branches have the biggest angle. കണ്ടോ, മിസ് പറഞ്ഞ പോലെ ആ മരത്തിന്റെ ഇടയിലുള്ള ബ്രാഞ്ചസുകൾക്കിടയിൽ വരുന്ന ആംഗിൾസ് എന്താണ്, വലിയ ആംഗിൾസ് ആണ്, ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. പക്ഷെ ആ ചുണ്ടുകൾ, ആ ബീക്സ്, ആ ബേർഡ്സിന്റെ ചുണ്ടുകൾ നോക്കി, അതെല്ലാം ചെറിയ ആംഗിൾസ് ആണ്. ഇതൊക്കെ ജസ്റ്റ് എന്താണ്, ആംഗിൾസ് ഒബ്സർവ്, നിങ്ങൾ ഐ ഒബ്സർവേഷൻ മാത്രമേ പറയുന്നു. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ മതി. അക്യൂട്ട് ആംഗിളിലെ ഏത് ചുണ്ടുകളിൽ, ആ കിളികളുടെ ചുണ്ടുകളിൽ മാർക്ക് ചെയ്തിട്ട് അക്യൂട്ട് ആംഗിൾ എ എന്ന് എഴുതിയാൽ മതി. പിന്നെ ആ മരത്തിന്റെ ശിഖരങ്ങളിൽ അവിടെ ആംഗിൾ മാർക്ക് ചെയ്തിട്ട് ഒബ്റ്റ്യൂസ് O എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ആംഗിൾസ് ഇൻ നെയിംസ്. ഇനി ഓരോ നെയിംസിലുള്ള ആംഗിൾസിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. യു നോ there are angles in the letters of our names too. നമ്മുടെ ഓരോ എന്താണ്, ഡിജിറ്റലായി എന്താണ്, ഓരോ കറക്റ്റ് നമ്മുടെ ലെറ്റേഴ്സ് ഒക്കെ എഴുതിയാല് ആ ലെറ്റേഴ്സുകൾക്കിടയിലും ആംഗിൾസ് ഉണ്ട്. കണ്ടോ, സുഖുമാൻ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ, എസ് എല്ലാം എന്താണ്, റൈറ്റ് ആംഗിൾ ആണ്. യുടെ അവിടെ റൈറ്റ് ആംഗിൾ ആണ്. കെയിൽ എന്താണ്, കണ്ടോ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആംഗിൾ ഉണ്ട്. നടുക്കൊരു വലിയ ഒബ്റ്റ്യൂസ് ആംഗിൾ ഉണ്ട്. എച്ചിലോ റൈറ്റ് ആംഗിൾസ് ആണ്. എമ്മില് മുകളിലത്തെ 2 കോൺ ഷേപ്പില് അക്യൂട്ട് ആംഗിൾ, നടുക്ക് എമ്മിന്റെ നടുക്ക് ഒരു വലിയ ഒബ്റ്റ്യൂസ് ആംഗിൾ വരുന്നുണ്ട്. പിന്നെ എക്ക് എന്താണ്, മുകളിലത്തെ 3, ആ എയുടെ അകത്തുള്ള 3 ട്രയാംഗിളിലും അക്യൂട്ട് ആംഗിൾ ആണ്. എയുടെ താഴെയുള്ള ആ 2 സൈഡിൽ എന്താണ്, വലിയ ഒബ്റ്റ്യൂസ് ആംഗിൾ വരും. എന്നില് കണ്ടോ 2 ആംഗിൾസ് ഉണ്ട്, അത് രണ്ടും അക്യൂട്ട് ആംഗിൾ ആണ്. അങ്ങനെ ഓരോ നെയിംസിലും എന്താണ്, ഇവിടെ മൊത്തം ഈ സുഖുമൻ എന്ന ഒരു പേരില് 11 ആംഗിൾസ് വരുന്നുണ്ട്. ഇൻ മൈ നെയിം there are 11 റൈറ്റ് ആംഗിൾസ്. 11 റൈറ്റ് ആംഗിൾസ് വരുന്നുണ്ട്. 11നെക്കാട്ടി കൂടുതൽ ആംഗിൾസ് ഉണ്ട്. 11 റൈറ്റ് ആംഗിൾസ് വരുന്നുണ്ട്. 10 ആംഗിൾസ് ലെസ് ദാൻ റൈറ്റ് ആംഗിൾസ് വരുന്നുണ്ട്. അതായത് 10 ആംഗിൾസ് അവിടെ അക്യൂട്ട് ആംഗിൾ ആണ്. അപ്പൊ നമുക്ക് ഓരോ ലെറ്റേഴ്സ് എഴുതി നോക്കണം. Write 3 names using the straight lines and count the angles. അങ്ങനെ നിങ്ങൾ 3 പേരുകൾ സ്ട്രെയിറ്റ് ലൈൻസ് ഉപയോഗിച്ച്, ഡിജിറ്റലൈസ്ഡ് ആയി സ്ട്രെയിറ്റ് ലൈൻസ് ഉപയോഗിച്ച് 3 പേരുകൾ എഴുതുക. എന്നിട്ട് അതിൽ എത്ര റൈറ്റ് ആംഗിൾസ് ഉണ്ട്, എത്ര അക്യൂട്ട് ആംഗിൾസ് ഉണ്ട്, എത്ര ഒബ്റ്റ്യൂസ് ആംഗിൾസ് ഉണ്ട് എന്ന് മാർക്ക് ചെയ്യാം. മിസ്റ്റർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പൊ ഒരു പേരാണ് വികാസ്. വികാസ്, ഇതിൽ ഓരോ ആംഗിൾസ് മാർക്ക് ചെയ്യാം. ഓരോ ആംഗിൾസ് മാർക്ക് ചെയ്യാം. എന്നിട്ടോ ഇതില് എത്ര റൈറ്റ് ആംഗിൾസ് ഉണ്ട്, എത്ര മോർ ദാൻ റൈറ്റ് ആംഗിൾസ് ഉണ്ട്, എത്ര ലെസ് ആംഗിൾസ് ഉണ്ട് എന്നൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ എത്ര റൈറ്റ് ആംഗിൾസ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ഐയില് ഉണ്ടല്ലേ 1 2 3 4. പിന്നെയോ എസിൽ വരുന്നുണ്ട് 5 6 7 8. ടോട്ടൽ റൈറ്റ് ആംഗിൾസ് എണ്ണം 8 ആണ്. ഇനി എത്ര ഒബ്റ്റ്യൂസ് ആംഗിൾസ് എത്ര എണ്ണം വരുന്നുണ്ട്? എയുടെ താഴ്ഭാഗത്തായിട്ട് 2 എണ്ണം അല്ലെ. ഒബ്റ്റ്യൂസ് ആംഗിൾസ് 2 ആണ്. ഇനി എത്ര ലെസ് ദാൻ റൈറ്റ് ആംഗിൾസ് വരുന്നുണ്ട്? നമുക്ക് എണ്ണം വിയിലുണ്ട് 1, കെയില് 3 എണ്ണം. ആ 3 എണ്ണം അക്യൂട്ട് ആംഗിൾ ആണ്. പുസ്തകത്തെ ഒബ്റ്റ്യൂസ് എന്നാ പറയുന്നത്, കെയുടെ അകത്ത് അല്ല, അക്യൂട്ട് ആംഗിൾ തന്നെയാണ്. കെയുടെ അകത്ത് 3 എണ്ണം അല്ലെ. 1 1 + 3 4 ആയി. പിന്നെ ഈ എയുടെ അകത്തുള്ള 3 ആംഗിൾസ് അല്ലെ. അപ്പോ എന്തായി? 4 + 3 7 ആയി. അപ്പൊ അക്യൂട്ട് ആംഗിൾസ് 7 ആയി, ഒബ്റ്റ്യൂസ് ആംഗിൾസ് 2 ആയി, റൈറ്റ് ആംഗിൾസ് 8 ആയി. വികാസ് എന്ന നെയിമിൽ അല്ലെ. ടെക്സ്റ്റിൽ എഴുതാം വികാസ്. ഓക്കെ, നോട്ട്ബുക്കിലും എഴുതേണ്ടുന്ന കാര്യമാണ്. ഇതുപോലെ ആംഗിൾസ് മെഷർ ചെയ്യുക, ആ ടേബിള് വരയ്ക്കണം. ഓക്കെ, ആ ടേബിള് വരയ്ക്കണം. എന്നിട്ട് എന്താണ്, ആ പേര് എഴുതുക. ആ പേര് എഴുതിയിട്ട് എത്ര റൈറ്റ് ആംഗിൾസ് ഉണ്ട്, എത്ര അക്യൂട്ട് ആംഗിൾസ് ഉണ്ട്, എത്ര ഒബ്റ്റ്യൂസ് ആംഗിൾസ് ഉണ്ടെന്ന് എഴുതുക. ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഇതുപോലെ ആ ടേബിളിന് തൊട്ട് താഴത്തായിട്ടെങ്കിലും ആ ഓരോ പേരുകൾ എഴുതി ആംഗിൾസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഇപ്പൊ വികാസ് എന്ന പേരാണെങ്കിൽ ആ ടേബിൾ വരച്ചു പോയില്ലേ, ആ ടേബിളിന് താഴത്തായിട്ട് വികാസ് എന്ന പേര് എഴുതിയിട്ടുണ്ടാവണം. അതിന്റെ ആംഗിൾസ് എഴുതിയിട്ടുണ്ടാവണം, മാർക്ക് ചെയ്തിട്ടുണ്ടാവണം.
എന്നിട്ട് എന്താണ് ആ ടേബിളിനകത്ത് റൈറ്റ് ആംഗിൾസ് എത്ര എണ്ണം വന്നു? 8. ഒബ്റ്റ്യൂസ് ആംഗിൾസ് എത്ര എണ്ണം വന്നു? മോർ ദാൻ റൈറ്റ് ആംഗിൾസ് എത്ര എണ്ണം വന്നു? 2. അക്യൂട്ട് ആംഗിൾസ് എത്ര എണ്ണം വന്നു? 7. ഇനി അടുത്തൊരു പേര് മിസ് പറയാനാണ്, സീമ. സീമ എന്ന പേരിൽ ആംഗിൾസ് മാർക്ക് ചെയ്യാം. മിസ് എക്സാമ്പിൾസ് പറയുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ എഴുതാം. എന്നാലും മിസ് പഠിപ്പിച്ച ഈ 3 ക്വസ്റ്റ്യൻസ്, ഈ 3 പേരുകൾ മിസ് പഠിപ്പിക്കുന്നുണ്ട്. ഇത് നിർബന്ധമായി വേണം. ഓക്കെ, ഇവിടെ സീമ എന്ന പേരിൽ എത്ര റൈറ്റ് ആംഗിൾസ് ഉണ്ട് നമുക്ക് എണ്ണാം. 1 2 3 4 5 6 7 8 9 10 11 12 അല്ലെ? 12 റൈറ്റ് ആംഗിൾസ് വരുന്നത്. എസിൽ 4 ആംഗിൾസ് ഉള്ളതെല്ലാം റൈറ്റ് ആംഗിൾസ് ആണ്. ഈ 4 ആംഗിൾസ് ഉള്ളതെല്ലാം റൈറ്റ് ആംഗിൾസ് ആണ്. പിന്നെയും ഒരു ഈയിലുള്ളതെല്ലാം റൈറ്റ് ആംഗിൾസ് ആണ്. സോ 4 + 4 എന്താണ്? 12 റൈറ്റ് ആംഗിൾസ് വരുന്നുണ്ട്. പിന്നെയോ എത്ര ഒബ്റ്റ്യൂസ് ആംഗിൾസ് വരുന്നുണ്ട്? എമ്മിനകത്ത് മുകളിലായിട്ടൊരു ഒബ്റ്റ്യൂസ് ആംഗിൾ വരുന്നുണ്ട് 1. എയുടെ 2 എണ്ണം താഴെ വരുന്നുണ്ട്. അത് രണ്ടും ഒബ്റ്റ്യൂസ് ആണ്. സോ 1 + 2 3 ആണ്. ഒബ്റ്റ്യൂസ് ആംഗിൾ 3 ആണ്. ഇനി എത്ര അക്യൂട്ട് ആംഗിൾ വരുന്നുണ്ട്? എമ്മിനകത്ത് മുകളിൽ 2 എണ്ണം, എയുടെ 3 എണ്ണം. 2 + 3 5. എത്ര? അക്യൂട്ട് ആംഗിൾ 5 ആണ്. ഒബ്റ്റ്യൂസ് ആംഗിൾ 3 ആണ്. റൈറ്റ് ആംഗിൾ 12 ആണ്. ഇനി അടുത്തൊരു പേര് നോക്കി. സോ ഈ പേരും സീമ എന്നുള്ള ഈ പേരും എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതുക. നോട്ട്ബുക്കിൽ എഴുതിയിട്ട് ഇതുപോലെ ആംഗിൾസ് മാർക്ക് ചെയ്ത് എഴുതിയിട്ടുണ്ടാവണം. എന്നിട്ട് എന്താണ് സീമ റൈറ്റ് ആംഗിൾ 12, ഒബ്റ്റ്യൂസ് ആംഗിൾ 3, പിന്നെയോ അക്യൂട്ട് ആംഗിൾ 5 എന്ന ടേബിളിൽ എഴുതിയിട്ടുണ്ടാവണം. ആ പേര് താഴത്തെ ആ ടേബിളിലെ താഴത്തായിട്ട് ആ പേര് എഴുതി ആംഗിൾസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവണം, നിർബന്ധമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തൊരു പേരാണ് മിസ് എഴുതുകയാണ്, റിയ. എന്ന പേരിൽ റിയ ഇങ്ങനെ വേണം എഴുതാം കേട്ടോ. ഡിജിറ്റലൈസ്ഡ് ആയിട്ട് എഴുതാം. സ്ട്രെയിറ്റ് ലൈൻസ് യൂസ് ചെയ്തിരുന്നു. റിയയിൽ എന്തൊക്കെ വരുന്നുണ്ട്? 6 6-നകത്ത് തന്നെ 1 2 3 4 5 6 ആംഗിൾസ് വരുന്നുണ്ട് കണ്ടോ. റിയ എന്ന പേരിൽ എന്താണ് എത്ര റൈറ്റ് ആംഗിൾസ് ഉണ്ട്? 6-നകത്തുള്ള ബോക്സിൽ 4 റൈറ്റ് ആംഗിൾസ്, ഐക്ക് ചുറ്റും 4 ആംഗിൾസ് അല്ലെ. 4 + 4 8 റൈറ്റ് ആംഗിൾസ് വരുന്നുണ്ട്. ഇനിയോ എത്ര ഒബ്റ്റ്യൂസ് ആംഗിൾസ് വരുന്നുണ്ട്? എയുടെ അകത്തുള്ള 2 എണ്ണം, പുറത്തുള്ള 2 എണ്ണം ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. പിന്നെ 6 താഴത്തുള്ള ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. കാണുമ്പോൾ മനസ്സിലാവും അല്ലെ. സോ 3 ഒബ്റ്റ്യൂസ് ആംഗിൾസ് വരുന്നുണ്ട്. ഇനി എത്ര അക്യൂട്ട് ആംഗിൾസ് വരുന്നുണ്ട്? എയുടെ അകത്തുള്ള 3 ആംഗിൾസ് അക്യൂട്ട് ആണ്. പിന്നെ 6-ന് ഇടയ്ക്കുള്ള ഈ ഒരു കുഞ്ഞ് ആംഗിളും അക്യൂട്ട് ആംഗിൾ ആണ്. സോ 4 3 + 1 4 അക്യൂട്ട് ആംഗിൾ വരുന്നുണ്ട്. റൈറ്റ് ആംഗിൾസ് 8 ആണ്, ഒബ്റ്റ്യൂസ് ആംഗിൾ 3 ആണ്, അക്യൂട്ട് ആംഗിൾ 4 ആണ്. ഇനി എല്ലാവരും ഇപ്പൊ റിയ എന്ന് എഴുതി ഈ ആംഗിൾസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. ആ ടേബിളിനകത്ത് 3 സ്പേസ് ഉണ്ട്. വികാസ് എഴുതാം, സീമ എഴുതാം, ഇപ്പൊ റിയ എഴുതാം. അതിലെല്ലാം എത്ര റൈറ്റ് ആംഗിൾസ് ഉണ്ട്, എത്ര അക്യൂട്ട് ആംഗിൾസ് ഉണ്ട്, എത്ര ഒബ്റ്റ്യൂസ് ആംഗിൾസ് ഉണ്ടെന്ന് മിസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 4-മതായ ഒരു കോളം നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ 4-മതായ ഒരു കോളം വരച്ചിട്ട് നിങ്ങളുടെ സ്വന്തം പേര് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻസ് യൂസ് ചെയ്ത് എഴുതുക. അതിൽ എത്ര റൈറ്റ് ആംഗിൾസ് ഉണ്ട്, എത്ര അക്യൂട്ട് ആംഗിൾസ് ഉണ്ട്, എത്ര ഒബ്റ്റ്യൂസ് ആംഗിൾസ് ഉണ്ട് എന്ന് കൃത്യമായി മാർക്ക് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, പറ്റുമല്ലോ? എളുപ്പമല്ലേ? നിങ്ങളുടെ പേര് എഴുതുക. ഫസ്റ്റ് നെയിം അവിടെ നിങ്ങളുടെ പേര് എഴുതുക. പിന്നെ എത്ര റൈറ്റ് ആംഗിൾസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് എഴുതുക, എത്ര ഒബ്റ്റ്യൂസ് ആംഗിൾസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക, എത്ര അക്യൂട്ട് ആംഗിൾസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് എഴുതുക. ഓക്കെ, എന്നിട്ട് എന്താണ് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ഈ ടേബിൾ, ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ ടേബിൾ ഉൾപ്പെടെ ഈ ആംഗിൾസ് മാർക്ക് ചെയ്ത സ്ട്രെയിറ്റ് ലൈൻസ് ഉപയോഗിച്ച് മാർക്ക് ചെയ്ത ഫിഗർ ഉൾപ്പെടെ എനിക്ക് എല്ലാവരും ഹോംവർക്ക് സെൻഡ് ചെയ്യണം. നോട്ട്ബുക്കിൽ വേണം ചെയ്യാനായിട്ട് ഹോംവർക്ക് സെൻഡ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ പേര് വേണം. 4 കോളംസ് വേണം. ഓക്കെ, സമ്മതിച്ചല്ലോ? ചെയ്യുമല്ലോ? എല്ലാവരും ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് വീണ്ടും മറ്റൊരു ആക്ടിവിറ്റി ആണ്. Put 10 mathematics books on top of each other. Keep one book standing to make a slide. എന്താണ് ഒരു 10 മാത്സിന്റെ ടെക്സ്റ്റ് അടുക്കി വെക്കുക. എന്നിട്ട് വേറൊരു ടെക്സ്റ്റ് ഇതുപോലെ സ്ലാൻഡ് ചെയ്ത് സ്ലൈഡ് ആക്കി വെക്കുക.
സ്ലാൻഡ് ചെയ്ത് വെക്കാം. കണ്ടോ, ടെക്സ്റ്റിൽ കണ്ടോ, ഫിഗർ കണ്ടോ. ബി നോട്ട് ഡൗൺ വിത്ത് 6 books. അപ്പൊ എന്ത് ചെയ്യാം, ആദ്യമേ ഒരു 10 പുസ്തകങ്ങൾ 10 എണ്ണം വേണം. 10 എണ്ണം വെച്ചിട്ട് പിന്നെ സൈഡിലായിട്ട് എന്താണ് മറ്റൊരു ബുക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്ലൈഡ് ഉണ്ടാക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, രണ്ടാമതായി 6 ബുക്സും അടുക്കി വെച്ചാൽ മതി. 6 പുസ്തകങ്ങൾ വെച്ചിട്ട് മറ്റൊരു ബുക്സും ഇങ്ങനെ വെക്കുക. ഓക്കെ, മറ്റൊരു ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. ഓക്കെ, ഇവിടെ 10 ബുക്കുകളാണ് അടുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു ബുക്ക് സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ 6 ബുക്കുകളെ 6 മാത്സിന്റെ ടെക്സ്റ്റ് ബുക്കുകളേ ഉള്ളൂ. പിന്നെ മറ്റൊരു ബുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ രണ്ടിടത്തും ഒരു ആംഗിൾ താഴത്ത് ഫോം ചെയ്യും അല്ലെ, രണ്ടിടത്തും ആംഗിൾ ഫോം ചെയ്യും. ഇത് എന്താണ്, സ്മോൾ ആംഗിൾ ആണ് അല്ലെങ്കിൽ അക്യൂട്ട് ആംഗിൾ ആണ്. അക്യൂട്ട് ആംഗിൾ ആണ്. ഇത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്, വലിയ ആംഗിൾ ആണ്. 10 ബുക്ക് അടുക്കി വെച്ചിരിക്കുന്നത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. ഓക്കെ, റോൾ എ ബോൾ ഫ്രം ദ ടോപ്പ്. മോളിൽ നിന്ന്, ഇതൊരു എക്സ്പെരിമെന്റ് ആണ്, ചെയ്ത് നോക്കണം. മോളിൽ നിന്ന് ഒരു ബോളിനെ ഡ്രോപ്പ് ചെയ്യുക. ഫ്രം വിച്ച് സ്ലൈഡ് ഡസ് ദ ബോൾ റോൾ ഡൗൺ ഫാസ്റ്റർ. ഏറ്റവും പെട്ടെന്ന് 2 ബുക്സിന്റെ പുറത്തൂടെ ബോൾസിനെ ഡ്രോപ്പ് ചെയ്യുക. അപ്പൊ ഏറ്റവും പെട്ടെന്ന് താഴെ എത്തുന്ന ബോൾ ഏതായിരിക്കും, അല്ലെങ്കിൽ ഏത് ബുക്കിന്റെ പുറത്ത് വെച്ച് താഴത്തോട്ട് വിടുമ്പോഴാണ് ബോൾ ഫാസ്റ്റർ ആയി താഴത്ത് എത്തുന്നത്? എന്താണ്, 10 ബുക്സിനായിരിക്കും അല്ലെ. കാരണം എന്താണ്, ഇതിന്റെ എന്താണ് ഭയങ്കര കുത്തനെയുള്ള ചരിവായിരിക്കും അല്ലെ. കുത്തനെ, ഇതാണെങ്കിൽ ഇച്ചിരി ചരിഞ്ഞങ്ങ് കിടക്കുമായിരിക്കും. ഇപ്പൊ ഇത് എത്താൻ മോളിൽ നിന്ന് താഴത്തോട്ട് എത്താൻ താമസിക്കും. ഇത് കുത്തനെ ആയതുകൊണ്ട് പെട്ടെന്ന് ബോൾ താഴത്തോട്ട് ഉരുണ്ട് താഴെ വീഴും. മാത്രമല്ല ഇതിന് വലിയ ആംഗിൾ ആണ്, ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ് അല്ലെ. ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്, ഇതിന് അക്യൂട്ട് ആംഗിൾ ആണ്. So എഴുതിക്കേ, roll a ball from the top. From which slide does the ball roll down faster? അതിന്റെ ആൻസർ എന്താണ്, ഏത് ബോളാണ് പെട്ടെന്ന് നിലപതിക്കുന്നത്? ഏത് ബോളായിരിക്കും? ഇവിടെ by 10 books എന്ന് എഴുതുക. 10 ബുക്കുകൾ അടുക്കി വെച്ചിരിക്കുന്ന അതിന്റെ മുകളിൽ നിന്ന് വിടുന്ന ബോളായിരിക്കും. ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്, അതിന് എന്താണ്, വലിയ ആംഗിൾ ആണ്. പെട്ടെന്ന് നിലപതിക്കുന്നത് ആ ബോളായിരിക്കും. അവിടെ എഴുതിക്കേ. ഈ ഒരു ഫിഗർ ആ ഒരു ക്വസ്റ്റ്യൻ നേരെ ടെക്സ്റ്റ് ബുക്കിൽ വരച്ചാൽ മതി. ഇവിടെ സ്ഥലമില്ലാന്ന് തോന്നുകയാണെങ്കിൽ നോട്ട്ബുക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്, ഓപ്ഷനിലാണ്. ആൻസർ അവിടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ടാവണം. by 10 books എന്ന് എഴുതിയിട്ടുണ്ടാവണം. ഇനി വിച്ച് സ്ലൈഡ് ഹാസ് എ സ്മോളർ ആംഗിൾ. ഏതിനായിരിക്കും സ്മോളർ ആംഗിൾ ഉള്ളത്? ഏതിനായിരിക്കും? 6 ബുക്സ് അടുക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സ്ലൈഡിനായിരിക്കും സ്മോൾ ആംഗിൾ അല്ലെ. സോ അവിടെ എഴുതിക്കേ, ആംഗിൾ മെയ്ഡ് ബൈ 6 books. ആംഗിൾ മെയ്ഡ് ബൈ 6 books എന്ന് എഴുതാം. ഓക്കെ, ഈ 2 ഫിഗർ നോട്ട്ബുക്കിൽ തന്നെ ചെയ്തോളൂ കേട്ടോ. നോട്ട്ബുക്കിൽ തന്നെ എഴുതി വെച്ചു, നമുക്ക് ടെക്സ്റ്റ് വൃത്തികേട് ആവത്തില്ല. ഈ ക്വസ്റ്റ്യൻ എഴുതി നോട്ട്ബുക്കിൽ തന്നെ എഴുതാം. ഓക്കെ, ഈ ഫിഗർ വരച്ചിട്ടുണ്ടാവണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ആണ്. ദീസ് ആർ 2 slides in a park. കണ്ടോ, ഒരു പാർക്കിലെ 2 സ്ലൈഡ്സ് ആണ്. കണ്ടോ, ഒന്ന് കുത്തനെയും ഒന്നിച്ച് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു സ്ലൈഡുമാണ്. ഓക്കെ, which slide has the larger angle? ലാർജർ ആംഗിൾ ഉള്ളത് ഏതിനായിരിക്കും? ആ കുത്തനെ വരുന്നത് കണ്ടോ, ഫസ്റ്റ് ഫിഗർ കണ്ടോ, ഫസ്റ്റ് ഫിഗർ ആയിരിക്കും ലാർജർ ആംഗിൾ അല്ലെ. കണ്ടോ, ഈ കുത്തനെ വരുന്നതിനാണ് വലിയ ആംഗിൾ വരുന്നത് അല്ലെ. ഇങ്ങനെ നിരപ്പ് പോയതെല്ലാം അക്യൂട്ട് ആംഗിൾ, ചെറിയ ആംഗിൾ ആയിരിക്കും. സോ എഴുതിക്കേ, ലെഫ്റ്റ് സൈഡ് ഓഫ് ബോയ് നിൽക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള അല്ലെ. ഫസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഫിഗർ ആണ് എന്ത്, ലാർജർ ആംഗിൾ. ഇനി which slide do you think is safer for the little boy? Why? നിങ്ങൾ ആ ബോയ് ഇപ്പൊ 2 സ്ലൈഡിലും കയറി കളിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഏത് സ്ലൈഡ് ആയിരിക്കും ആ ബോയ്ക്ക് സേഫ് ആയിട്ടുള്ളത്? ഏതിനായിരിക്കും? കുത്തനെ ഉള്ളത് നമ്മൾ തലകുത്തി വീഴാൻ സാധ്യതയുണ്ട് അല്ലെ. കറക്റ്റ് കുറച്ച് സ്ലോപ്പ് ഉള്ളത്, ആ വലിയ എന്താണ് അക്യൂട്ട് ആംഗിൾ ഉള്ളിടത്താണ് സേഫ് അല്ലെ. കുറച്ച് നിരപ്പായിട്ട്, അതായത് ബോയ് നിൽക്കുന്നതിന്റെ റൈറ്റ് സൈഡിലുള്ള, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ സെക്കൻഡ് ഫിഗർ ആണ് ആ ബോയ്ക്ക് സേഫ്. കാരണം എന്താ, ആ ആംഗിൾ ലെസ് ആണ്, ആ ആംഗിൾ ചെറുതായതുകൊണ്ട് അല്ലെ. ചെറുതായതുകൊണ്ട് ആ ഇൻക്ലിനേഷൻ കുറവായിരിക്കും, പെട്ടെന്ന് കുത്തനെ വീഴാനുള്ള സാധ്യതയില്ല അല്ലെ. റൈറ്റ് സൈഡ് ഈസ് സേഫർ. അവിടെ എഴുതാം, റൈറ്റ് സൈഡ് ഈസ് സേഫർ ബിക്കോസ് ആംഗിൾ ഈസ് ലെസ് ദാൻ ദ അതർ സൈഡ്. റൈറ്റ് സൈഡ് ആണ് സേഫ്, കാരണം ആംഗിൾ അവിടെ ചെറുതാണ്. മറ്റേ സൈഡിലുള്ള സ്ലൈഡിനെക്കാട്ടിയും ആംഗിൾ ചെറുതാണ്. അതുകൊണ്ട് റൈറ്റ് സൈഡിലുള്ള സ്ലൈഡാണ് സേഫർ എന്ന് എഴുതുന്നത്. ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയാൽ മതി. പക്ഷേ പേജ് നമ്പർ
25-ലുള്ള ഈ ലാസ്റ്റ് ആക്ടിവിറ്റി ഈ നമ്മളെ ടെക്സ്റ്റിന്റെ ആക്ടിവിറ്റി നോട്ട്ബുക്കിൽ തന്നെ വരച്ച് എഴുതുക. ഇത് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാൽ മതി. പേജ് നമ്പർ 26-ലെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയാൽ മതി. വിച്ച് സ്ലൈഡ് ഹാസ് ലാർജർ ആംഗിൾ എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലെഫ്റ്റ് സൈഡ് ഓഫ് ബോയ് എന്ന ആൻസർ എഴുതുക. ഇനി വിച്ച് സ്ലൈഡ് ഡു യു തിങ്ക് ഇസ് സേഫർ ഫോർ ദ ലിറ്റിൽ ബോയ് വൈ? ഏത് സ്ലൈഡാണ് ആ ഒരു കുട്ടിക്ക് സേഫ്, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് എഴുതാം. റൈറ്റ് സൈഡ് ഇസ് സേഫർ ബിക്കോസ് ആംഗിൾ ഇസ് ലെസ് ദാൻ ദ അതർ സൈഡ് എന്ന് എഴുതുക. റൈറ്റ് സൈഡ് ഈസ് സേഫർ ബിക്കോസ് ആംഗിൾ ഈസ് ലെസ് ദാൻ ദ അതർ സൈഡ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഈ ക്ലാസ് ഇത്രയും മിസ് പഠിപ്പിക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ് ഇൻഷാല്ലാ അടുത്ത ഭാഗങ്ങൾ പഠിപ്പിക്കാം. ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യണം. ഹോംവർക്സ് കറക്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യണം. മറക്കരുത്. പേജ് നമ്പർ 25-ലെ ആ ടേബിള് വരയ്ക്കുക. പിന്നെ എന്താ, നിങ്ങളുടെ പേരും കൂടെ കൂടിച്ചേർത്ത് ആംഗിൾസ് മാർക്ക് ചെയ്ത് മിസ്സിന് സെൻഡ് ചെയ്യാൻ മറക്കരുത്. ആ ആക്ടിവിറ്റി മിസ് നോക്കുന്നതായിരിക്കും. ഇങ്ങനത്തെ ചോദ്യങ്ങൾ എക്സാമിനുണ്ട്, പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാവരും അലേർട്ടായിട്ട് പഠിക്കുക, പറയുന്ന വർക്കുകൾ ചെയ്യുക, നോട്ട്ബുക്ക് കംപ്ലീറ്റ് ചെയ്യുക, ഹോംവർക്ക്സ് സെൻഡ് ചെയ്യുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.